ഇൻഫോ പ്ലസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പല PSC പരീക്ഷകളിലും ആവർത്തിച്ച് ചോദ്യങ്ങൾ വരാറുള്ളൊരു മേഖലയാണ് സ്ഥലങ്ങളും അവയുടെ അപരനാമങ്ങളും. ഈ ഒരു ഭാഗത്തു നിന്ന് PSC ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങളും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യയിലെ സുവർണ നഗരം എന്നറിയപ്പെടുന്നത് അമൃത്സർ. സുവർണ നഗരം അമൃത്സർ. സോളാർ നഗരം എന്നറിയപ്പെടുന്നതും അമൃത്സർ തന്നെയാണ്. സുവർണ നഗരവും സോളാർ നഗരവും ഏതാണ്? അമൃത്സർ. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദാണ്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദാണ്. വസ്ത്രവ്യാപാരത്തിൽ പ്രശസ്തമായൊരു സ്ഥലമാണ് മാഞ്ചസ്റ്റർ. അതുപോലെ ഇന്ത്യയിലെ വസ്ത്രവ്യാപാരത്തിൽ പ്രശസ്തമായ സ്ഥലമാണ് അഹമ്മദാബാദ്. അതുകൊണ്ടാണ് ഈ ഒരു പേര് വരാൻ കാരണം. 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് മുംബൈ. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നതും മുംബൈയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നതും മുംബൈയാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്നതും മുംബൈ തന്നെയാണ്. 7 ദ്വീപുകളുടെ നഗരം, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് മുംബൈ തന്നെയാണ്. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂരാണ്. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ. ഇന്ത്യയുടെ പൂന്തോട്ട നഗരം എന്നറിയപ്പെടുന്നതും ബാംഗ്ലൂർ തന്നെയാണ്. ഇന്ത്യയുടെ സിലിക്കൺ വാലി, ഇന്ത്യയുടെ പൂന്തോട്ട നഗരം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ബാംഗ്ലൂരാണ്. നീല സിറ്റി എന്നറിയപ്പെടുന്നത് ജോധ്പൂർ. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത് ജയ്പൂരാണ്. നീല സിറ്റി ജോധ്പൂരും പിങ്ക് സിറ്റി ജയ്പൂരും. അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചിയാണ്. അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചി. കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. സന്തോഷത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്നതും കൊൽക്കത്ത തന്നെയാണ്. കൊട്ടാരങ്ങളുടെ നഗരം, സന്തോഷത്തിൻ്റെ നഗരം രണ്ടും കൊൽക്കത്ത തന്നെയാണ്. അതുപോലെ ഇന്ത്യയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നതും കൊൽക്കത്ത തന്നെയാണ്. കൊട്ടാരങ്ങളുടെ നഗരം, സന്തോഷത്തിൻ്റെ നഗരം, ഇന്ത്യയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് കൊൽക്കത്ത തന്നെയാണ്. നവാബുമാരുടെ നഗരം എന്നറിയപ്പെടുന്നത് ലക്നൗ ആണ്. നവാബുമാരുടെ നഗരം എന്നറിയപ്പെടുന്നത് ലക്നൗ. ഇന്ത്യയുടെ തടാക നഗരം എന്നറിയപ്പെടുന്നത് ഉദയ്പൂരാണ്. ഇന്ത്യയുടെ തടാക നഗരം എന്നറിയപ്പെടുന്നത് ഉദയ്പൂരാണ്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദാണ്. അത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തു. വടക്കിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കാൺപൂരാണ്. തെക്കിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കോയമ്പത്തൂരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മാഞ്ചസ്റ്റർ എന്നുള്ളത് വസ്ത്രവ്യാപാരത്തിൽ പ്രശസ്തമായൊരു സ്ഥലമാണ്. അപ്പോൾ ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് വസ്ത്രവ്യാപാരത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് കാൺപൂർ. അതുപോലെ തെക്ക് ഭാഗത്തുള്ളതാണ് കോയമ്പത്തൂർ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ ചോദിച്ചാൽ അഹമ്മദാബാദാണ്. ഇന്ത്യയിലെ വടക്കിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കാൺപൂരാണ്. തെക്കിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കോയമ്പത്തൂരാണ്. ഇത് മൂന്നും മാറിപ്പോകാൻ പാടില്ല. ഇന്ത്യയുടെ സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂരാണ്. ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്നതും ജംഷഡ്പൂർ തന്നെയാണ്. ഇന്ത്യയുടെ സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂർ. ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്നതും ജംഷഡ്പൂർ തന്നെയാണ്. ഇന്ത്യയിലെ ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്നത് ഭുവനേശ്വറാണ്. ഇന്ത്യയുടെ ക്ഷേത്ര നഗരം ഭുവനേശ്വർ. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ. ഡയമണ്ട് സിറ്റി എന്നറിയപ്പെടുന്നത് സൂറത്താണ്, സൂററ്റ്. ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്നത് നാഗ്പൂർ. മുന്തിരി നഗരം എന്നറിയപ്പെടുന്നത് നാസിക്. ഡയമണ്ട് സിറ്റി എന്നറിയപ്പെടുന്നത് ഏതാണ്? സൂററ്റ്. ഡയമണ്ട് സൂററ്റ്. ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്നതാണെങ്കിൽ നാഗ്പൂർ. ഓറഞ്ച് നഗരം നാഗ്പൂർ. മുന്തിരി നഗരം എന്നറിയപ്പെടുന്നത് നാസിക്. ഡെക്കാൻ ക്യൂൻ അല്ലെങ്കിൽ ഡെക്കാനിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് പൂനെയാണ്. ഡെക്കാൻ ക്യൂൻ അല്ലെങ്കിൽ ഡെക്കാനിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് പൂനെയാണ്. ഇന്ത്യയുടെ മുട്ട നഗരം എന്നറിയപ്പെടുന്നത് നാമക്കലാണ്. ഇന്ത്യയുടെ മുട്ട നഗരം നാമക്കൽ. ഇന്ത്യയുടെ പവിഴ നഗരം എന്നറിയപ്പെടുന്നത് തൂത്തുക്കുടിയാണ്. ഇന്ത്യയുടെ പവിഴ നഗരം എന്നറിയപ്പെടുന്നത് തൂത്തുക്കുടിയാണ്. ലോകത്തിൻ്റെ യോഗ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഋഷികേശാണ്. ലോകത്തിൻ്റെ യോഗ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഋഷികേശാണ്. കിഴക്കിൻ്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നത് ഷില്ലോങ് ആണ്. കിഴക്കിൻ്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നത് ഷില്ലോങ്. വിശുദ്ധ നഗരം എന്നറിയപ്പെടുന്നത് വാരണാസി. എന്താണ്? വിശുദ്ധ നഗരം എന്നറിയപ്പെടുന്നത് വാരണാസി. ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നത് കാശ്മീരാണ്. ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നത് കാശ്മീരാണ്. ഇന്ത്യയുടെ ഹൈടെക് സിറ്റി എന്നറിയപ്പെടുന്നത് ഹൈദരാബാദാണ്. ഇന്ത്യയുടെ ഹൈടെക് സിറ്റി എന്നറിയപ്പെടുന്നത് ഹൈദരാബാദാണ്. ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ധൻബാദാണ്. ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ധൻബാദ്. നെയ്ത്തുകാരുടെ പട്ടണം അല്ലെങ്കിൽ നെയ്ത്തുപട്ടണം എന്നൊക്കെ അറിയപ്പെടുന്നത് പാനിപ്പത്താണ്. പാനിപ്പത്ത്. നെയ്ത്തുകാരുടെ പട്ടണം എന്നറിയപ്പെടുന്നത് പാനിപ്പത്ത്. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.
പല PSC പരീക്ഷകളിലും ഈ ഒരു ഭാഗത്തു നിന്ന് സ്ഥിരമായി ചോദ്യങ്ങൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക. പ്രധാനമാണ് എന്ന് തോന്നുന്ന ചോദ്യങ്ങൾ മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇനിയും ഒരുപാടെണ്ണം പറയാനുണ്ട്. അപ്പോൾ ഇതുവരെ പറഞ്ഞത് പൂർണ്ണമായും മനസ്സിലാക്കി തന്നെ പഠിക്കുക. ക്ലാസ്സുകളുടെ അഭിപ്രായം താഴെ കമൻറ്റുകളായി അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഹാവ് എ നൈസ് ഡേ. താങ്ക്